കാന്താര സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് തിയേറ്ററിലിരുന്ന് നിലവിളിക്കുന്നതും അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ പുറത്തിറങ്ങി നിലവിളിക്കുന്നതും അതിനകത്തുള്ള കഥാപാത്രമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ടുള്ള ധാരാളം വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണിത്? ദൈവവും പ്രേതവും ഒക്കെ മനുഷ്യൻ്റെ ഒരു സങ്കല്പ സൃഷ്ടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ വരുന്ന ഒരു 2 പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് പകർന്നാട്ടം എന്ന് പറയുന്ന പേരിലാണ്, മറ്റൊന്ന് തുള്ളിത്തള്ളുന്നവർ എന്നുള്ള പേരിലാണ്. അപ്പോൾ അതിനകത്തുള്ള ചെറിയ അപ്ഡേറ്റ്സും ഈ കാന്താരയായിട്ട് ബന്ധപ്പെടുത്തി പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൂസിയുടെ ഫോർമാറ്റ് വളരെ ചെറിയ വീഡിയോയുടെ ഫോർമാറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമയോടുകൂടി മൊത്തം കേട്ടിരിക്കാനായിട്ട് വളരെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകും. മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് കാര്യം? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള എവല്യൂഷണറി റീസൺ മുതൽ നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയാൽ മാത്രമേ ഒരു കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ. ആദ്യത്തെ ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇവർ ശരിക്കും അഭിനയിക്കുകയാണോ എന്നുള്ളതാണ്. ഈ പെന്തക്കോസ്റ്റലായിട്ടുള്ള പ്രാർത്ഥനയുടെ ഇടയിൽ പ്രേതം വരുമ്പോൾ പലരെയും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവർ അഭിനയിക്കുകയാണോ എന്നൊരു തോന്നലാണ് നമുക്ക് സാധാരണഗതിയിൽ ആദ്യമായിട്ട് വരുന്നത്. ഇത് അഭിനയമൊന്നും അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരുന്നാലും തിയേറ്ററിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിരിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പൊതുവേ ട്രാൻസ് എന്ന് പറയുന്നത്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ മലയാളം സിനിമ വന്നതിന് ശേഷം ആ വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഫഹദിൻ്റെ സിനിമ വന്നതിന് ശേഷം എന്ന് എനിക്ക് തോന്നുന്നു. ട്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അതായത് ചുറ്റിനുമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ എവിടെയാണ് സഭാകമ്പം അതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അതേസമയം വളരെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കുക ബാക്കിയുള്ള അവയർനെസ്സുമായിട്ട്. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. പക്ഷേ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളായിട്ട് ബിഹേവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ കാമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. ഇതൊക്കെയാണ് ട്രാൻസിൻ്റെ ഒരു ടിപ്പിക്കൽ ലക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ട്രാൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായെന്നുള്ളതാണ്. പല മൃഗങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്റ്റേജാണ് കാറ്ററ്റോണിക് സ്റ്റേറ്റ് എന്ന് പറയും. കാറ്ററ്റോണിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മസിലിനൊന്നും അധികം മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ സ്റ്റിഫായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഹോൾഡ് ചെയ്യുകയും കുറേ നേരം കഴിയുമ്പോൾ അത് മാറിപ്പോവുകയും ചെയ്യുന്നതാണ്. പ്രാവുകളിൽ അത് കണ്ടിട്ടുണ്ട്. BBC ഇടയ്ക്ക് ഒരു ഡോക്യുമെൻ്ററി തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് വളരെ ഡീറ്റെയിൽ, എനിക്ക് ആ വിഷ്വൽസ് ഉൾപ്പെടുത്താൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നുള്ളതുകൊണ്ട്. കോഴി, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയെ നമ്മൾ പിടിച്ചിട്ട് മലർത്തി കിടത്തിയിട്ട് അതിൻ്റെ ചുണ്ടിന് നേരെ ഒരു വര വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹിപ്നോട്ടിക് ട്രാൻസ് സ്റ്റേറ്റിൽ കുറേ നേരം കിടക്കുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു മെക്കാനിസം ജീവിവർഗ്ഗങ്ങളിൽ ഇവോൾവ് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയും. ഒരു ജീവിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതൊന്നുകിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ കണ്ട്, ഒരു ചെറിയ ജീവിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ട് പേടിച്ചോട് പോകാനോ ഉള്ള ഒരു ഡിസ്റ്റൻസ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ട് മെക്കാനിസമാണ്. ഒന്നുകിൽ ആ ജീവിക്ക് രക്ഷപ്പെടാൻ എതിരെ വരുന്ന ജീവിയെ ആക്രമിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ പേടിച്ച് ഓടിപ്പോവുക. ഇത് രണ്ടും സാധ്യമാണ്. ഇതല്ലാതെ മൂന്നാമതൊരു റെസ്പോൺസും കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളത്. ആ റെസ്പോൺസിനെയാണ് നമ്മൾ ഫ്രീസ് എന്ന് പറയുന്നത്. അതായത് അനങ്ങാതെ നിൽക്കുക. പെട്ടെന്ന് നിങ്ങൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വന്യമൃഗത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഓടാനും അതുപോലെ തന്നെ എന്താ പറയുക, തിരിച്ചതിനെ ഓടിക്കാനും കഴിയില്ല. പകരം അവിടെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള സംഗതിയാണ് ഒരു ഫ്രീസ് റെസ്പോൺസിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഈ ട്രാൻസ് എന്ന് വേണം മനസ്സിലാക്കാൻ. പല എവല്യൂഷണറി പേപ്പറുകളിലും അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ന്യൂറൽ വയറിങ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആവശ്യങ്ങൾക്ക് നമ്മളൊരു ട്രാൻസിലേക്ക് പോകാറുണ്ട്. പ്രണയത്തിലായിരിക്കുന്നവർ ഒരു ട്രാൻസിലേക്ക് പോകാറുണ്ടെന്ന് പറയാറുണ്ട്. അത് ആക്ച്വലി ആലങ്കാരികമായിട്ടൊക്കെ പറയുന്നതാണെങ്കിലും അതിനകത്തൊരു വസ്തുത ഇല്ലാതില്ല എന്നുള്ളതാണ്. പല ജീവികൾക്കും അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ, അതായത് കാട്ടിലും മേട്ടിലുമായിട്ട് ഹണ്ടർ ഗ്യാദറേഴ്സായിട്ട് നായാടി നടന്നിരുന്ന സമയത്ത് ഒരു ഇണയെ കണ്ടു കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കണം. ഒരു കോപ്പുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ പോലും, അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പോലും 2 ജീവികൾ അനങ്ങാതെ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉണ്ടായ ഒരു ന്യൂറൽ വയറിങ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് മറ്റ് എക്സാപ്റ്റേഷൻ എന്നാണ് അതിന് പറയുന്നത്. മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചിലപ്പോൾ പരിണാമത്തിലൂടെ അത് ഉണ്ടായതായിരിക്കാം. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നത് വേറെ രീതിയിലേക്കായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഈ പറയുന്ന സമയങ്ങളിൽ അനങ്ങാതെ നിൽക്കാനും വേറെ ഏതെങ്കിലും ഒരു സജഷൻസ് എടുക്കാനും മറ്റൊരാൾ കൊടുക്കുന്ന കുറേ സജഷൻസ് എടുക്കാനും ഒക്കെ പറ്റും. ഇനി എന്താണ് സജഷൻസ് എന്ന് മനസ്സിലാക്കണം. സജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഹിപ്നോട്ടിക് സ്റ്റേജിലെ ഹിപ്നോസിസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റ് കുറച്ച് സജഷൻസ് ഒരാൾക്ക് കൊടുക്കുന്നു. അത് ഫോളോ ചെയ്യുന്ന ആൾ
അതിനനുസരിച്ച് അഭിനയിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ പോയിട്ട് ഹിപ്നോസിസ് വീഡിയോ, സ്റ്റേജ് ഹിപ്നോസിസ് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പലരും കോഴിയെ പോലെ കൂവുന്നതോ അല്ലെങ്കിൽ പട്ടിയെ പോലെ കുരയ്ക്കുന്നതോ അല്ലെങ്കിൽ നമ്പർ മറപ്പിക്കുന്നതോ ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഹിപ്നോട്ടിസ്റ്റിൻ്റെ സജഷനുകൾ ഇവർ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹൈറ്റൻഡ് അവയർനെസ് ഉള്ള ഒരു സ്റ്റേറ്റിലാണ്, പക്ഷേ അവരെല്ലാ സജഷൻസും പുറത്തുനിന്നുള്ള ഇൻപുട്സ് എല്ലാം എടുക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. ഇത് കുറച്ചുകൂടെ മനസ്സിലാവാൻ, നമുക്ക് എളുപ്പം മനസ്സിലാവാനായിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊച്ചിലെ നമ്മൾ കളിക്കുമ്പോൾ പലപ്പോഴും ഒരു കമ്പെടുത്ത് പിടിച്ച് അത് കുറച്ച് നേരം തോക്കെന്നുള്ള രീതിയിൽ നമ്മൾ കളിക്കാറുണ്ട്. അങ്ങനെ കളിച്ച് വരുമ്പോൾ കുറച്ച് നേരം ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മുടെ ഇരിക്കുന്നത് കമ്പാണെന്നുള്ള ബോധം നമ്മുടെ കയ്യിലുണ്ടാവും. അത് കഴിഞ്ഞ് കുറേ നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും അത് കമ്പ് സ്ലോലി മാറി അത് ആക്ച്വൽ തോക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്നുള്ളൊരു ബോധം തന്നെയായിരിക്കും നമുക്കുണ്ടാവുക. പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പാവയും കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന കൊച്ചുകുട്ടികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർ വളരെ സീരിയസ് ആയിട്ട് അതിനകത്ത് ഇൻവോൾവ് ആണ്. ആ കുട്ടിയെ കണ്ണ് എഴുതുകയും പൊട്ട് തൊടിയിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. ആദ്യത്തെ നമുക്കാണ് ആ കുട്ടിക്ക് അത് പാവയായിട്ട് തോന്നുന്നത്, ആ കുട്ടി പക്ഷേ വളരെ സീരിയസ് ആയിട്ട് അതിനൊരു കുഞ്ഞിനെ പോലെ കരുതി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സജഷൻസിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ അതിനെ വളരെ റിയലായിട്ട് കാണുമെന്നുള്ളതാണ്. പൊതുവേ കാണുന്നൊരു കാര്യം, ആർട്ടിസ്റ്റുകളിലും അതുപോലെയുള്ള അല്ലെങ്കിൽ കലാകാരന്മാർ, ഇമാജിനേഷന് കഴിവുള്ളവർ, എഴുത്തുകാർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ആ ഒരു ട്രാൻസ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ സജഷൻസ് എടുക്കാനുള്ള കഴിവ് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അവർക്ക് നന്നായിട്ട് വിവിഡായിട്ടും കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ തിയേറ്ററിൽ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് ഇവർ ഈ ദൈവം അയാളുടെ ദേഹത്തേക്ക് കൂടുന്നു എന്നുള്ളതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അപ്പോൾ അതിനകത്ത് അവർക്ക് ദൈവസങ്കല്പമുണ്ട്. ദൈവം എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രേതം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വിശ്വാസമുള്ള ആളുകളാണെന്നും കൂടി ഉണ്ടെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അതുമായിട്ട് ഇപ്പോൾ ഒരു നായകൻ അടികൊള്ളുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് വേദനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നായകൻ്റെ സ്ഥാനത്ത് നമുക്ക് തന്നെ നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ആ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് അവരെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു സംഗതിയാണ് ശരീരത്തിൽ ഗുളിക കയറി എന്നുള്ളൊരു തോന്നലായിട്ട് അവർക്ക് വരുന്നത്. അപ്പോൾ ഇതൊരു മാനസിക രോഗമായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. വളരെ ഇമാജിനേറ്റീവായിട്ടുള്ള ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം, അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ഇത് ആക്ടിവേറ്റ് ആവുന്നത് ഈ നമ്മുടെ ലിംബിക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ അമഗ്ഡല പോലെയുള്ള കാര്യങ്ങളാണ്. ഈ പേടി അല്ലെങ്കിൽ ഹൈപ്പർ സ്റ്റിമുലസ്. ഇപ്പോൾ നമ്മൾ ഒരു അമ്പലത്തിൻ്റെ പരിസരത്താണെങ്കിൽ ചെണ്ടയുടെ വളരെയധികം കൊട്ട്, നാദസ്വരം, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ അനുഗ്രഹം വരുന്നു എന്ന് പറഞ്ഞിട്ട് ചിലർക്കെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ, ദൈവം കയറി എന്ന് പറയുന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കുക. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിതമിക് ആയിട്ടുള്ള ഡ്രമ്മിങ് നമ്മളെ ട്രാൻസിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ബെഡ് ടൈം സ്റ്റോറീസ്, നമ്മുടെ ആരെങ്കിലും കഥ പറഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ ട്രാൻസിലേക്ക് പോകും. ഇതൊന്നുമല്ല, നല്ല പെർഫ്യൂംസ്, ഇപ്പോൾ അത്തർ അല്ലെങ്കിൽ ശാമ്പ്രാണിത്തിരി, ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞൊരു ഹൈറ്റൻഡ് സ്റ്റേറ്റ് ഓഫ് അവയർനെസ് അല്ലെങ്കിൽ അതിന് ഒരു കൾച്ചറലായിട്ട് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാന്താരയിൽ വന്നത് ഗുളികയാണെന്നുണ്ടെങ്കിൽ മെക്സിക്കോയിലെ ട്രൈബിൻ്റെ ഇടയിൽ വരുന്നത് മറ്റൊരു ദൈവമായിരിക്കും എന്നുള്ളതാണ് കാര്യം. അവരുടെ സോഷ്യൽ സ്ട്രക്ചറും കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഒരു പ്രേതമായിരിക്കും ഇവരുടെ ശരീരത്തിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും കൂടാതെ മറ്റ് 5ഓളം കാരണങ്ങളുണ്ട്. ഞാനതിനെ എന്താ പറയുക, അത് പ്രാധാന്യമില്ലാത്തതുകൊണ്ട് കളയുകയല്ല, പക്ഷേ അതൊക്കെ രോഗങ്ങളാണ്. അത് ഒരു സൈക്കാട്രിസ്റ്റോ ഒരു ന്യൂറോളജിസ്റ്റോ ഒക്കെ തീരുമാനിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെമ്പറൽ ലോബ് എപ്പിലെപ്സി പോലെയുള്ള, അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്നതല്ല ഞാൻ പറയുന്നത്, അല്ലാതെ തന്നെ ഇതുപോലെയുള്ള ബാധ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവം കയറി എന്ന് പറയുന്നവരിൽ ചിലരിൽ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആയിരിക്കും. അത് വളരെ എവിഡൻ്റ് ആയിട്ട് ഇങ്ങനെ മസിൽ സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അവർക്ക് അതൊന്നും ഓർമ്മ കാണില്ല. ഇതല്ലെങ്കിൽ ഈ റെം സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന കാരണം കൊണ്ടുണ്ടാകുന്ന പൊസഷനായി എന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ, അത് മറ്റൊരു കണ്ടീഷനാണ്. ഇതല്ലാതെ തന്നെ പിന്നെ സൈക്കോട്ടിക് ആയിട്ടുള്ളതുണ്ടാവാം. ഇനി സോഷ്യൽ ആയിട്ടുള്ള മാസ് സൈക്കോജനീസ് എന്ന് പറയാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ളതുണ്ടാവും. ഇങ്ങനെ പല പല കാരണങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ കാന്താര പോലെയുള്ള സിനിമ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ആളുകൾ കൂവുകയും വിളിക്കുകയും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ദൈവം കയറി എന്നൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ഇമാജിനേഷൻ്റെ പവറാണ്. അവർക്ക് വളരെ വിവിഡായിട്ട് കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതിനോടൊപ്പം ആ സിനിമയിൽ അത്രത്തോളം ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ പകർനാട്ടം എന്ന് പറഞ്ഞ പ്രസൻറ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സീറ്റിന് തൊട്ടടുത്തിരുന്ന ആൾക്ക് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനകത്ത് നായികയുടെ മുഖത്തേക്ക് ആസിഡ് കോരി ഒഴിക്കുന്ന ഒരു സീൻ വന്നപ്പോഴത്തേക്കും അവർ മുഖം പൊത്തുകയും അതിനോടൊപ്പം തന്നെ നിലവിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? കാര്യം അവർ
ആ സിനിമ ആസ്വദിക്കുന്നത് നായികയുടെ സ്ഥാനത്ത് അവരെ പ്ലേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നത്. ഏതൊരു മനുഷ്യനും നായകനും നായികയുമായി സങ്കല്പിച്ച് കാണുന്നത് കൊണ്ടാണ് ആ സിനിമ ഭയങ്കര എന്താ പറയുക ആസ്വദിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള കഴിവ്, എമ്പതിക്കുള്ള കഴിവ്, ബാക്കിയുള്ളവരുമായിട്ട് മനസ്സുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കാനുള്ള കഴിവൊക്കെ മനുഷ്യന് ഉള്ള ഒരു ക്വാളിറ്റി ആയതുകൊണ്ട് ഒരു ഇതുപോലെയുള്ള ഒരു സിനിമ, പ്രത്യേകിച്ച് ഭക്തിയിൽ അങ്ങ് ആറാടി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പറഞ്ഞ സ്റ്റേജിലോട്ട് പോകുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും മറ്റേ പ്രസൻറ്റേഷനുകൾ കാണുക. ഇനി ഇതുപോലെയുള്ള നൂറുകണക്കിന് വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു പരിപാടി ഒക്ടോബർ 19 രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വരുന്നുണ്ട്, ലിറ്റ്മസ് 19. ഞാനും ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പോപ്സൈ അല്ലെങ്കിൽ പോപ്പുലർ സയൻസ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഞാനുണ്ട്, വിജയകുമാർ ബ്ലാത്തൂറുണ്ട്, വിഷ്ണു വാസുദേവ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റും കൂടെ എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നടത്തണമെന്നുണ്ടായിരുന്നു. തുടർന്ന് ഇതുപോലെയായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ശാസ്ത്ര വിഷയങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ.